ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു അംബ്രല സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സെമി അംബ്രലയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ പീസിലുള്ള തുണിയാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സ്കേർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് പറയാം. 28 ഇഞ്ചാണ് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത്. 4 സൈഡും 28 ഇഞ്ചുള്ള ഒരു സ്ക്വയർ പീസാണ്. അത് ആദ്യം നമ്മളത് ഒന്ന് കോണോട് കോണായിട്ടൊന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ മടക്കി വയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു എൻഡ് ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഈ തുണി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അവിടെ ഒരു പടി പോലെ പിടിപ്പിക്കേണ്ടതുണ്ട്. അതൊരു ഓപ്പൺ സൈഡാണ്. ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. തുണി നമ്മളിപ്പോൾ മടക്കി വെച്ചേക്കുന്ന തുണി ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഇപ്പോൾ വരച്ചേക്കണ ആ ലൈൻ കണ്ടോ, അവിടെ നമുക്കൊരു പടി പോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. അരവണ്ണം എന്ന് പറയുന്നത് 20 അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ലൂസ് കൂട്ടുന്നുണ്ട്. അപ്പോൾ 22. 22ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 5.5 വരും. 5.5 നമുക്ക് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതായത് മുകളിൽ നിന്ന് എവിടെയാണോ 5.5 കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് 5.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ചേർത്ത് ഞാനിപ്പോൾ അവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ചെറിയൊരു റൗണ്ടിൽ വരയ്ക്കുന്നുണ്ട്. ഇനി ആ ഒരു പോയിൻറ്റിൽ നിന്ന് താഴേക്ക് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഞാനൊരു 18.5 മാർക്ക് ചെയ്യുന്നുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. 18.5 എല്ലാ സൈഡിലേക്കും നമുക്ക് 18.5 മാർക്ക് ചെയ്യാം. ഈ എൻഡ് വരെ നമുക്ക് 18.5 മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന എല്ലാ ലൈനുകളും ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ആ മാർക്കിങ്ങുകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ആ ഒരു പടി വെക്കാനുള്ള ആ ഒരു ലൈൻ കണ്ടോ, ആ ലൈനും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ആ ഓപ്പൺ സൈഡ് രണ്ടും ഫ്രണ്ടിലേക്ക് വരും. അതിനുശേഷം അവിടെ ഒന്ന് മടക്കി തയ്ക്കണം. നിങ്ങൾ പിക്ചറിൽ കണ്ട പോലെ അവിടെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം അവിടെ ബട്ടൺസാണ് വയ്ക്കുന്നത്. ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ പടിഭാഗം ഒഴിച്ചുള്ള ബാക്കി ഭാഗത്തിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഒരു 11 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് ആ 11 ഇഞ്ച് വീതിയിലുള്ള ഒരു പടി വെട്ടിയെടുക്കണം. 11 + 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 12 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 12 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമ്മളവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് എലാസ്റ്റിക് വെക്കാനാണ്. ഈ പീസ് നമ്മൾ രണ്ടായിട്ട് നീളത്തിൽ മടക്കി അടിച്ചതിന് ശേഷം അതിൽ നമ്മൾ എലാസ്റ്റിക് വെച്ചതിന് ശേഷം ഈ ഒരു പീസ് നമ്മുടെ സ്കേർട്ടിലേക്ക് വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് അംബ്രല സ്കേർട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കില്ലേ, വരച്ചൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഓപ്പൺ സൈഡ് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, പിന്നീട് ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കങ്ങനെ 2 സൈഡും തയ്ച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മുകളിലേക്ക് വരത്തക്ക രീതിയിലിരിക്കാനായിട്ടാണ്. ആദ്യം ഒരു സൈഡ് അടിച്ചു, പിന്നെ രണ്ടാമത്തെ സൈഡും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിൻ്റെ മുകളിലേക്ക് മറ്റേ സൈഡും കൂടെ വെച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ചടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, മുകളിൽ എലാസ്റ്റിക് വയ്ക്കുന്നത്, ആ ഒരു പീസ് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം അടിച്ചെടുക്കാം. ഇതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു വിഡ്ത്തിലിട്ടിട്ട് അടിച്ചെടുക്കുക. എലാസ്റ്റിക് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പാകത്തിന്
ഗ്യാപ്പ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണം ഉണ്ടല്ലോ, അരവണ്ണത്തിൻ്റെ നേക്കാളും ഒരു 5 ഇഞ്ച് കുറച്ചെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ 4 ഇഞ്ച് കുറച്ചെടുത്താലും മതി. അരവണ്ണം ഇപ്പോൾ 20 വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 15 ഇഞ്ച് നീളത്തിലുള്ള ഒരു എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 16 ഇഞ്ചുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ എലാസ്റ്റിക് ഈ ഒരു പീസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടണം. കടത്തി വിട്ടതിന് ശേഷം നമുക്കതൊന്ന് പാവാടയിലേക്ക് യോജിപ്പിക്കുകയേ വേണ്ടൂ. അതിന് മുമ്പ് ഞാൻ ആദ്യം ഇതൊന്ന് അളന്ന് നോക്കുകയാണ്. കാര്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്ന് കൃത്യമായിട്ട് അളന്ന് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ 11 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നീളം ഒന്ന് മാർക്ക് ചെയ്യാണ്. 11ഉം ബാക്ക് സൈഡും 11ഉം കൂടെ കൂട്ടി 22 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 23.5 ഇഞ്ചോളം നീളമുണ്ട്. അതിന് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ എലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി വിടുകയാണ്. അപ്പോൾ കടത്തി വിടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടല്ല തയ്ച്ചെങ്കിൽ നമുക്ക് ആ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവില്ല, ടൈറ്റായിട്ടിരിക്കും, വളഞ്ഞിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പിന്നെ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഈ എലാസ്റ്റിക് ഒന്ന് മുകളിൽ വെച്ചിട്ട് ആ ഒരു വിഡ്ത്തിലാണോ തയ്ക്കണേന്ന് നോക്കി തയ്ക്കുക. കുറച്ച് ഒരു 4 ഇഞ്ചൊക്കെ കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഈ എലാസ്റ്റിക്കും ഈ ക്ലോത്തും തമ്മിൽ ഒരുമിച്ചൊന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ആ ഞൊറിവെല്ലാം ഒരേപോലെ വന്നോളും. ഇനി നമുക്ക് ആ സ്കേർട്ടിലേക്ക് വെച്ചിട്ട് അടിക്കുകയേ വേണ്ടൂ. അപ്പം നല്ല വശത്ത് വെച്ചിട്ട് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എലാസ്റ്റിക് വെക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്ത് പടിയായിട്ട് വെക്കാം. ഈ പറഞ്ഞ വീതിയിൽ തുണി എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ പടിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. താഴ്ഭാഗം മടക്കി അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംബ്രല്ല സ്കർട്ടിൻ്റെയൊക്കെ ആകുമ്പോൾ ആദ്യം ഒരു 4 ഇഞ്ച് മടക്കി അടിക്കുക. അതിന് ശേഷം ഒരു 4 ഇഞ്ചും കൂടെ മടക്കി അടിക്കുക. 2 മടക്ക് ഒറ്റയടിക്ക് വന്നു കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിടക്കില്ല, വളഞ്ഞൊക്കെ കിടക്കും. അല്ലെങ്കിൽ നിങ്ങൾ റോൾഡ് ഹെമ്മോ അങ്ങനെ എന്തെങ്കിലും ഉരുട്ടി അടിക്കില്ല, നല്ല ചൂണ്ട വള്ളി വെച്ചിട്ട് പണ്ടൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്, അതുപോലെയൊക്കെ അടിക്കേണ്ടി വരും. ഇപ്പം നമുക്കത് ഇല്ലാത്ത കാരണം ലോക്ക് ചെയ്തൊക്കെ പോവില്ല, അങ്ങനെയൊക്കെ ചെയ്താലും മതി. അപ്പം ഞാനതില്ലാത്ത കാരണം 4 ഇഞ്ച് ആദ്യം ഒന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഏറ്റവും വീതി കുറച്ച രീതിയിൽ അടിക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു റൗണ്ടും കൂടെ നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, എന്നാലാണ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. കണ്ടോ, അപ്പോൾ നല്ല രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.